കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ, പായം ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, മൃഗസംരക്ഷണ മേഖല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ജീവനം വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി PN ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും എനിക്ക് ഓർമ്മയുണ്ട്, 2-3 പശുക്കളൊക്കെ വീട്ടിൽ ചത്തുപോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥ കർഷകന് വലിയ ഭാരം ആണ്. അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പശുവിനെ വളർത്തി വരുമ്പോൾ അതിനെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ജീവന്റെ ഒരു ഭാഗം പോകുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവം നമുക്കറിയാം. അവരത്രയും സ്നേഹിച്ച് ഓമനിച്ച് വളർത്തുന്നതാണ്. വളർത്തി കഴിയുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ഓമനിച്ച് വളർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ചില്ലറയല്ലെന്നറിയാം. അപ്പോൾ നമുക്ക് ജീവിതമാർഗത്തില് നമ്മുടെ ജീവിതത്തിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിൽ നമുക്ക് നൂതനങ്ങളായ ആശയങ്ങൾ ഉപയോഗിച്ച് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുമോ, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നത്. ഇവിടെ ഞാൻ വരുമ്പോൾ സ്മിത പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ നമുക്കറിയാം, പാലുൽപാദനം കുറഞ്ഞ സമയത്ത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ പദ്ധതി വെക്കുവാണ്. നമ്മുടെ പശു വളർത്തലിന് വേണ്ടി നമ്മൾ പദ്ധതി വെക്കുവാണ്. പക്ഷെ കർഷകർ അത് അത്ര താല്പര്യത്തോടെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപേക്ഷ വന്നു. അവരെ മുഴുവൻ വിളിക്കുന്ന സമയത്ത് അവര് പറയുന്നത് അവർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്നാൽ താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് തന്നെ ഇനി അപേക്ഷ വെക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ചെറിയ പ്രയാസം ഉണ്ടാകുന്നത്. CDS ചെയർപേഴ്സൺ സംഗീത സുദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത രജിത്ത് അധ്യക്ഷയായി. വെറ്റിനറി ഡോക്ടർ ബിനോയ് ക്ലാസ് നയിച്ചു. സിന്ധു ചന്ദ്രൻ, സൗമ്യ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സെലിൻ സണ്ണി നന്ദി പറഞ്ഞു. നമുക്ക് വായ്പ അനുവദിക്കുക AH എന്നാണ് നമ്മൾ പറയുന്നത്. AH വായ്പകൾ കുടുംബശ്രീയുടെ ഭാഗമായി നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ പശുവിനെയോ ആട്, അതുപോലെ തന്നെ പോത്ത്, കാട, കോഴി ഇങ്ങനെയൊക്കെ നമുക്ക് വളർത്തണമെങ്കിൽ ഏറ്റവും പലിശ കുറഞ്ഞ നിരക്കിലുള്ള വായ്പകൾ തന്നുകൊണ്ട് കർഷകരെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ഒരു പിന്തുണ നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീ ഇതുവരെ ചെയ്തു വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി പായം കുടുംബശ്രീ CDSന്റെ ഭാഗമായി ഒരു 5 RPമാർ, പലതരത്തിലുള്ള RPമാരുണ്ട്. പക്ഷെ എന്നാലും ഈ മേഖല മാത്രം, മൃഗസംരക്ഷണ മേഖലയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പായം CDSന്റെ ഭാഗമായി 5 RPമാർ നമുക്കുണ്ട്.